കൗതുക വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭർത്താവിനെയും 4 മക്കളെയും വിട്ട് ഭാര്യ കാമുകനൊപ്പം ഒളിച്ചോടി. വീട്ടിലായിരുന്ന ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാമുകനൊപ്പം ഓടുകയായിരുന്ന അതിജീവിതയായ ഭാര്യയെ തടഞ്ഞതിനാണ് ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജീവപര്യന്തം തടവിനും ബ സിനിമ കാണാനും ഉത്തരവിട്ടു. എന്നാൽ വധശിക്ഷയ്ക്ക് വിധിച്ചാലും ബ സിനിമ കാണിക്കരുതെന്ന് പ്രതി കരഞ്ഞു പറഞ്ഞെങ്കിലും കോടതി മുഖവിലേക്കെടുത്തില്ല. ബയുടെ 2ാമത്തെ ഭാഗം വരുന്നുണ്ടെന്നും അതും കാണിച്ച് നിന്നെ കൊല്ലാക്കൊല ചെയ്യുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. രാഹുൽ മുയൽക്കൂട്ടത്തിന് സമാധാനത്തിന് നോബൽ പ്രൈസ് കൊടുക്കണമെന്ന് ആവശ്യമായിരുന്നു. രാഹുൽ മുയൽക്കൂട്ടവും മറ്റ് അതിജീവിതകളും വന്നതിൽ പിന്നെ വാർത്തകളിൽ മറ്റൊന്നും കാണാനില്ല. ശബരിമല കൊള്ള, കേരളത്തിലെ പ്രശ്നങ്ങൾ, ഇന്ത്യയുടെ മറ്റ് പ്രശ്നങ്ങൾ, പദ്ധതികൾ ഇവയെപ്പറ്റി ഒന്നും വാർത്തകളിൽ അറിയാനില്ല. അതുകൊണ്ട് സമാധാനമുണ്ടെന്നും രാഹുൽ മുയൽക്കൂട്ടത്തിന് തന്നെ നോബൽ പ്രൈസ് കൊടുക്കണമെന്നും ആവശ്യമുയരുകയാണ്. അതിനിടെ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് വരുന്ന അതിജീവിതമാരുടെ പുറകെ പോകുന്ന കാട്ടുകോഴികൾക്ക് ജയിലിൽ അധിക ജീവിതം വേണ്ടിവരുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പനി പിടിച്ചു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മാദുറോയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നിന്നെ ശരിയാക്കി തരാമെന്ന് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾ വെല്ലുവിളിച്ചിരുന്നു. എന്നെ ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി ട്രംപ് ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. നാസിയും അമേരിക്കയുടെ നേവിയായ സീലും കേരളത്തിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. അതിനിടെ കർണാടകയിലെ 2 മാധ്യമ പ്രവർത്തകർക്ക് പനി പിടിച്ചു. കേരളത്തിൽ നിന്ന് പോയ MP ആയ A റമ്മിയുടെ ഇംഗ്ലീഷ് കേട്ടിട്ടാണ് അവർക്ക് പനി പിടിച്ചത്. എന്നാൽ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് റമ്മി അവകാശപ്പെട്ടു. ഞാൻ പറഞ്ഞത് അവർക്കും അവർ പറഞ്ഞത് എനിക്കും മനസ്സിലായില്ല. അവിടെയുള്ള കേസരി ബാത്ത് രുചികരമായ ഭക്ഷണമായിരുന്നുവെന്ന് റമ്മി പറഞ്ഞു. എന്നാൽ കർണാടകയിൽ സാമ്പാറിൽ മധുരം ചേർക്കുന്നതിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് A റമ്മി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കേരളത്തിൽ പീഡനങ്ങളുടെ തീവ്രത അളക്കുന്ന യന്ത്രം വരുന്നു. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള യന്ത്രം നിർമ്മിക്കപ്പെടുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, മുകിലേഷ് പീഡന തീവ്രത 75 ഡിഗ്രി, രാഹുൽ മുയൽക്കൂട്ടം പീഡന തീവ്രത 90 ഡിഗ്രി. ഫേസ്ബുക്കിന് പോസ്റ്റിന് താഴെ കമന്റ് ഇടുന്ന സദാചാര നന്മമരം 98 ഡിഗ്രി. ഇതോടെ ഈ കൗതുക വാർത്ത ഇവിടെ സമാപിക്കുന്നു. ബൈ.